എന്തായിരിക്കും കോഴിക്കോടേക്ക് പുതിയ ആളുകൾ വരാൻ കാരണം? ഇതിൽ ശരിക്കും പുറത്തുനിന്നുള്ള അല്ലെങ്കിൽ സിറ്റിയുടെ പുറത്ത് ആളുകളെക്കാളും പുറത്തുള്ള ആളുകൾ വന്ന് തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ ഇപ്പം നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ്. ഇപ്പോൾ ഈ പറഞ്ഞ പുറത്തു പോയ ആളുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. അവർക്കൊക്കെ ഒരു എവിടെയെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നു? ഇപ്പം നമ്മൾ നിയമം അനുസരിച്ച് പോകണം. നിയമം വെട്ടിക്കാനോ അല്ലെങ്കിൽ ഓവർ റൈഡ് ചെയ്യാനോ നോക്കിയാൽ അത് ഡിഫറൻറ്റ് കാര്യമാണ്. കൃത്യമായിട്ട് നിയമം അനുസരിച്ച് പോകാൻ റെഡി ആയിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് തീർക്കാനും കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാനുള്ള ഒരു അവസ്ഥ കോഴിക്കോടുണ്ട്. അതിനൊരുപാട് സപ്പോർട്ടിംഗ് സിസ്റ്റം ഇവിടെ ഉണ്ട്. 10 വർഷം മുന്നോട്ട് കോഴിക്കോട് എങ്ങനെയായിരിക്കും? വെൽക്കം ടു KTX പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് 20 വർഷത്തോളമായിട്ട് കാലിക്കറ്റ് റിയൽ എസ്റ്റേറ്റിലുള്ള ക്രെഡായുടെ നാഷണൽ വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള സെക്യൂർ ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള മെഹബൂബക്കയാണ്. വെൽക്കം മെഹബൂബക്ക. താങ്ക് യു. ഒരുപാട് കാര്യങ്ങൾ മെഹബൂബക്കയ്ക്ക് പറയാനുണ്ടാവുമെന്ന് അറിയാം. കാരണം 20 വർഷത്തോളം കോഴിക്കോടിൻ്റെ എല്ലാ മാറ്റങ്ങളും, അതായത് ഒരു 20 വർഷം മുമ്പ് കോഴിക്കോട് എങ്ങനെയായിരുന്നു എന്ന് കണ്ട ആളാണ്. 20 വർഷത്തിന് ശേഷം ഇത്രയൊക്കെ ഡെവലപ്മെൻറ്റ് കോഴിക്കോട് കടന്നു പോയ കോഴിക്കോട് എന്താണെന്ന് കണ്ട ആളാണ്. ആ ഒരു വ്യത്യാസം പഴയ കാലത്തെയും പുതിയ കാലത്തെയും ഒന്ന് പറയാമോ? കഴിഞ്ഞ 20 വർഷം കാലമായിട്ട് ഞാൻ റിയൽ എസ്റ്റേറ്റ് ബന്ധപ്പെട്ട മേഖലയിൽ വളരെ സജീവമായിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 20 വർഷം മുന്നേ കോഴിക്കോട് ഇവിടെ ജോലി ചെയ്യുന്ന നേരത്തെ ഇവിടെ ഈ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾ മാത്രമുള്ള കോഴിക്കോടിൻ്റെ നഗരപരിധിക്ക് പുറത്തുനിന്നുള്ള വളരെ കുറച്ച് പേരൊക്കെ കുറേശ്ശെ കോഴിക്കോടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ഒരവസ്ഥയിലുള്ള സമയമാണ്. അതിനുശേഷമാണ് വർഷങ്ങളായി പിന്നെ ഗ്രാജ്വലി ആയിട്ടാണ് പുറത്തുനിന്നുള്ള ആളുകളുടെ ഇൻഫ്ലക്സ് കോഴിക്കോടേക്കുള്ള വരവ് കൂടി. അതിനനുസരിച്ച് റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്സ്, ഇപ്പം ഞങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ 10-50 യൂണിറ്റിൻ്റെ താഴെയുള്ള വളരെ കുറച്ച് പ്രോജക്ട്സ് ഒരു ബിൽഡർ 1-2 വർഷം കൊണ്ട് ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും. അല്ലെങ്കിൽ വളരെ ഒരു ചെറിയ മാർക്കറ്റ് സൈസുള്ള ഒരു സ്ഥലമായിരുന്നു. അതിനുശേഷം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് ഹൈ റൈസ് ബിൽഡിങ്സ് നിറയെയുള്ള റിയൽ എസ്റ്റേറ്റിൻ്റെ എല്ലാ സെഗ്മെൻറ്റിലാണെങ്കിലും, റെസിഡൻഷ്യൽ ആണെങ്കിലും, കൊമേഴ്ഷ്യൽ ആണെങ്കിലും, റീറ്റെയിൽ ആണെങ്കിലും എല്ലാ സെഗ്മെൻറ്റിലും നല്ല പ്രസൻസ് ഉള്ള ഒരു സിറ്റിയായിട്ട് കോഴിക്കോട് മാറി. ഇപ്പോൾ കേരളത്തിലെ നഗരത്തിലാണെങ്കിൽ കൊച്ചിയുടെ ബാക്കിലാണെങ്കിലും സൈസ് കൊണ്ടും വളരെ നേരത്തെ തന്നെ അങ്ങനെയാണ്. ട്രിവാൻഡ്രത്തിൻ്റെയും ഏകദേശം ചില കാര്യങ്ങൾക്ക് ട്രിവാൻഡ്രത്തിനൊപ്പരം അല്ലെങ്കിൽ അതിൻ്റെയും കൂടെ താഴെ മൂന്നാമതായിട്ടോ രണ്ടാമതായിട്ടോ പല കാര്യത്തിലും കോഴിക്കോട് അന്നും ഉണ്ട്. ആ ഒരു സ്റ്റേച്ചർ ഇപ്പോഴും തുടരുന്നുണ്ട്. നിയർ ബൈ കോയമ്പത്തൂർ, മാംഗ്ലൂർ തുടങ്ങിയ നൈബറിങ് സ്ഥലങ്ങളാണെങ്കിലും മറ്റ് സ്ഥലങ്ങളുമായിട്ടും കാലിക്കറ്റിൻ്റെ ഒരു ഗ്രോത്ത് ഫേസിൽ പിടിച്ചു നിൽക്കാനും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനും എല്ലാം ശരിക്കും നമുക്ക് ഒരു കണ്ടംപററി ലെവലിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയ അല്ലെങ്കിൽ അതിനനുസരിച്ച് വളരാൻ പറ്റിയ ഒരു സിറ്റി തന്നെയാണ് കാലിക്കറ്റ് ഉണ്ടായിട്ടുള്ളത്. മെഹബൂബ പറഞ്ഞു, അതായത് പിന്നെ പണ്ട് ഇവിടെ ഉള്ള ആളുകൾ തന്നെയായിരുന്നു ഇവിടെ വാങ്ങിയിരുന്നതും ഇവിടെ താമസിച്ചിരുന്നതും ഒക്കെ. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി പുറത്തുള്ള ആളുകൾ വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. എന്തായിരിക്കും കോഴിക്കോടേക്ക് പുതിയ ആളുകൾ വരാൻ കാരണം? കാലിക്കറ്റ് താമസിക്കാനുള്ള അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഒരു സുഖം ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? ഇതിൽ ശരിക്കും കാലിക്കറ്റിലേക്കുള്ള പുറത്തുനിന്നുള്ള അല്ലെങ്കിൽ സിറ്റിയുടെ പുറത്ത് അല്ലെങ്കിൽ വളരെ നെയ്ബറിങ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെക്കാളും പുറത്തുള്ള ആളുകൾ വന്ന് തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ ഇപ്പം നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് ഒന്ന് NRIs വളരെ കാലം ഇന്ത്യയുടെ പുറത്ത് എക്സ്പെഷ്യലി മിഡിൽ ഈസ്റ്റിൽ താമസിക്കുന്ന ആളുകൾ, അവർ ഒരു ആദ്യത്തെ കുട്ടി 10ാം ക്ലാസ്സൊക്കെ ആകുമ്പം ഇവിടത്തേക്ക് താമസം മാറുക അല്ലെങ്കിൽ തിരിച്ചു വരിക എന്നൊക്കെ ആലോചിച്ച് തുടങ്ങിയപ്പോൾ അവരുടെ വില്ലേജിൽ നിന്ന് ആയിരിക്കും നേരത്തെ ഗൾഫിലേക്കൊക്കെ പോയിട്ടുണ്ടാവുക. പക്ഷേ തിരിച്ചവർ വരുമ്പം അവരുടെ ഒരു പുറത്തുള്ള ഒരു പ്രവാസ ജീവിതത്തിൻ്റെ ഒരു ആസ്പിരേഷനും അല്ലെങ്കിൽ എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ട് അവർക്ക് ആ സ്ഥലത്ത് തന്നെ അവരുടെ സൗകര്യങ്ങളും കാര്യങ്ങളും കിട്ടുകയില്ല. അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് അത് പല കാര്യങ്ങളും മാച്ച് ആവില്ല എന്നുള്ളതും കൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടും അപ്പോൾ അവർ ഒരു സിറ്റി അറ്റ്മോസ്ഫിയറിൽ ജീവിച്ചവർക്ക് വീണ്ടും ആ ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ കുറച്ചും കൂടി റിമോട്ട് പ്ലേസ് സ്യൂട്ടബിൾ ആവാത്തത് കാരണം കൊണ്ട് പലരും തിരിച്ച് സെറ്റിൽ ചെയ്യുന്നത്, വീടുണ്ടാക്കുന്നത് കോഴിക്കോട് സിറ്റിയിലാവട്ടെ എന്നുള്ളൊരു തിങ്കിങ് NRIസിൻ്റെ ഇടയ്ക്ക് വന്നു. അതാണ് ശരിക്ക് ഈ ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റ്സ് ആണെങ്കിലും മറ്റ് ബിസിനസ്സിൻ്റെ ആണെങ്കിലും ഒരു സ്റ്റേജ് ഡ്രൈവ് ചെയ്തൊരു ഫാക്ടറാണത്.
അപ്പോൾ അതിൽ ഇവിടുത്തെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ക്വാളിറ്റിയും ഓപ്ഷൻസും ഒരു ഘടകമാണ്. സ്കൂൾസിൻ്റെ എണ്ണം, കോളേജിൻ്റെ അവൈലബിലിറ്റി, മറ്റു കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഹെൽത്ത് കെയർ, ഹോസ്പിറ്റൽ, മറ്റ് സൗകര്യങ്ങളുണ്ട്. ആ രീതിയിൽ ഒരുപാട് പേര് കോഴിക്കോടേക്ക് വന്നു. കേരളത്തിൻ്റെ പുറത്തും അല്ലെങ്കിൽ ഗൾഫിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ റിട്ടയർമെൻറ്റിന് ശേഷം ഇതുപോലെ അല്ലെങ്കിൽ റിട്ടയർ ചെയ്യാനാവുമ്പോൾ തിരിച്ച് അവരുടെ സ്വന്തം വില്ലേജുകളിൽ അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകുന്നതിന് പകരം കോഴിക്കോടേക്ക് താമസം മാറ്റുക എന്നുള്ളത്, അതിലും ഇതൊക്കെ ഈ ഫാക്ടേഴ്സൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് അതിൽ ഹെൽത്ത് കെയറും ബാക്കിയുള്ള കൺവീനിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പല രീതിയിലും ആളുകൾ കോഴിക്കോട് താമസിക്കാൻ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിലാണ് ശരിക്കും ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മൈഗ്രേഷൻ നമുക്കത്. അപ്പോൾ നമ്മളെല്ലാം അപ്പാർട്ട്മെൻറ്റ് സെല്ല് ചെയ്യുമ്പം ഒരു സമയത്ത് NRI കോൺസെൻട്രേറ്റഡ് ആയതും അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും അവർ കുറേയും കൂടി ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്, അവർക്കത് പറ്റും. അല്ലെങ്കിൽ അവരുടെ സൗകര്യത്തിന്, അല്ലെങ്കിൽ പലർക്കും ഒരു വീടും കൂടെ അവരുടെ സ്വദേശങ്ങളിലുണ്ട്, ഇവിടെ ഒരു സെക്കൻഡ് ഹോം എന്നുള്ള രീതി. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ അപ്പാർട്ട്മെൻറ്റിൽ വളരെ കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാം വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഒരു സെഗ്മെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ എന്നുള്ളത് കാലിക്കറ്റിലെ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ്സിൻ്റെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂടാൻ തുടങ്ങി. അതിലും ഈ ഹോസ്പിറ്റാലിറ്റി ആണെങ്കിലും ഹോസ്പിറ്റൽസ് ആണെങ്കിലും ടൂറിസം സെക്ടർ ആണെങ്കിലും ഓഫ് ലൈറ്റ് IT ആണെങ്കിലും എല്ലാം ഒരു ഘടകമായിട്ടുണ്ട്. അതിൻ്റെ ഈ തേർഡ് ഒരു 1, 2, 3 ഫേസായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ തേർഡ് ഫേസിലാണ് ഇപ്പം IT റിലേറ്റഡ് ഡെവലപ്മെൻറ്റ്സ് തുടങ്ങിയത്. ഇപ്പം നമ്മുടെ ഒരു 10-15 വർഷം മുന്നേ IT-യുടെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ കാലിക്കറ്റിൽ ഒരു 500-ൻ്റെ താഴെ എംപ്ലോയീസ് ആയിരിക്കും മൊത്തം അന്ന് കാലിക്കറ്റിൽ IT അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ഫീൽഡിൽ ഉണ്ടായിരിക്കുക. ഇപ്പോൾ അത് എന്തായാലും 15,000 to 20,000 ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുണ്ട്. ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് വർക്ക് ഫ്രം ഹോം മറ്റതെല്ലാം കൂട്ടിയാൽ അതൊരു 40,000-50,000 അടുത്തുള്ള ഒരു നമ്പർ കാലിക്കറ്റിൻ്റെ ഇൻ ആൻഡ് അറൗണ്ട് ഈ രീതിയിൽ പല രീതിയിലും വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം ആ ഒരു കാറ്റഗറിയും കൂടെ വരാൻ തുടങ്ങിയപ്പോൾ തേർഡ് വേവ് ഓഫ് മൈഗ്രേഷൻ ശരിക്ക് അത്തരം ആളുകളും മറ്റു കാര്യങ്ങളിലും എംപ്ലോയ്മെൻറ്റ് കാര്യത്തിൽ വന്ന ആളുകളാണ് കാലിക്കറ്റിലെ തേർഡ് വേവ് ഓഫ് മൈഗ്രേഷൻ വന്നത്. ഇപ്പോൾ ഇനി ഒരു ഫ്യൂച്ചർ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ, ഇപ്പോൾ മലബാർ ചേംബറിൽ വളരെ ആക്റ്റീവായിട്ട് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കഴിഞ്ഞ വർഷത്തെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ എൻ്റെ ടേമിൽ ഞാൻ സിറ്റിയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്നുള്ളത് എന്താവണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു തീം എന്നുള്ള നിലക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് എംപ്ലോയബിലിറ്റി ജനറേറ്റ് ചെയ്യുന്ന ലോക്കൽ പീപ്പിളിൽ അല്ലെങ്കിൽ നമ്മൾ എംപ്ലോയീനെ മൈഗ്രൻ്റ് എംപ്ലോയീസിന് നമുക്കിപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും മറ്റൊക്കെ ഇവിടെ ഇപ്പം കേരളത്തിന് പുറത്ത് പല സ്റ്റേറ്റിൽ നിന്ന് വന്നവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ആസ്പിറേഷൻ അനുസരിച്ചുള്ള ജോലി കിട്ടാനുള്ള ഒരു സാധ്യത അത് നമുക്ക് ഉണ്ടാക്കണം. അത് ഉണ്ടാക്കിയാലേ നമ്മുടെ സിറ്റിയും സ്റ്റേറ്റും എല്ലാം ഗ്രോത്ത് മൊമെൻറ്റം കീപ്പ് ചെയ്യുള്ളൂ. അത് വരുമ്പോഴേ ഏത് ബിസിനസ്സിലാണെങ്കിലും സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ എല്ലാ ഏരിയയും നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് 2 ഫോക്കസ് ഏരിയാസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഒന്ന് IT ആൻഡ് ടെക്നോളജി ഏരിയ, 2 ഹെൽത്ത് ആൻഡ് വെൽനസ് ആൻഡ് ടൂറിസം. ഈ 2 സെഗ്മെൻറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു തീരുമാനം എടുത്ത് അതിനനുസരിച്ചിട്ടാണ് പല പരിപാടികളും പ്രോഗ്രാംസൊക്കെ പ്ലാൻ ചെയ്തത്. യഥാർത്ഥത്തിൽ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ചേംബർ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് കാലിക്കറ്റ് ടെക്നോളജി ഇനീഷ്യേറ്റീവ് എന്ന സിറ്റി 2.0 എന്നുള്ള സിറ്റി എന്നുള്ള നേരത്തെ തുടങ്ങിയിരുന്ന ഒരു മൂവ്മെൻറ്റിൻ്റെ 2ാമത്തെ വേർഷനായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തതും അതോടൊപ്പം തന്നെ ഹെൽത്ത് ആൻഡ് വെൽനെസ്സിൽ ഹോസ്പിറ്റൽസിനെയും ആയുർവേദ ബാക്കിയുള്ള എല്ലാ സെഗ്മെൻറ്റിനെയും കൂട്ടിയിട്ടുള്ള അവരുടെ ആ ഏരിയ ഡെവലപ്പ് ചെയ്യാനുള്ള കുറേ എഫേർട്സൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഈവൻ KTXൻ്റെ ഫസ്റ്റ് എഡിഷൻ അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആളുകൾ കോഴിക്കോടേക്ക് വരണമെങ്കിൽ ഇനിയുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷനാണ്. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാക്കിയാൽ സിറ്റിയിലേക്കും കൂടുതൽ ആളുകൾ വരും. അത് ഓവറോൾ ഗ്രോത്ത്. ഇപ്പം നമ്മൾ കാലിക്കറ്റ് മാത്രമല്ല, ഇപ്പം ലാസ്റ്റ് ഒരു 20 ഇയേഴ്സിൽ വലിയ ഗ്രോത്ത് ഉണ്ടായ സിറ്റീസ് ബാംഗ്ലൂർ ആണെങ്കിലും പൂനെ ആണെങ്കിലും NCR ആണെങ്കിലും എല്ലാം അതിൻ്റെയൊക്കെ ബേസ് ശരിക്ക് എംപ്ലോയ്മെൻറ്റ് ജനറേഷനാണ്. ഒരു സിറ്റി നമ്മൾ എന്ത് സൗകര്യത്തിന് സിറ്റി ഉണ്ടാക്കിയാലും അവിടെ സസ്റ്റൈനബിൾ ലിവിങ്ങിനും എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഇല്ലെങ്കിൽ
ആളുകൾ വരില്ല. ആളുകൾക്കൊരു റീസൺ, ഒരു പർപ്പസ് വേണം ഒരു സ്ഥലത്ത് താമസിക്കാൻ. കറക്റ്റ്. അപ്പോൾ അത് ആണ് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ആ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇതിലിപ്പോൾ മെഹബൂബൊക്കെ പറഞ്ഞ പോലെ നമ്മൾ കാലിക്കറ്റിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് ഇവിടെ ഹെൽത്ത് കെയർ അടിപൊളിയാണ്. അതായത് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരുപാട് ഹോസ്പിറ്റൽസ്, അതിന് വേണ്ട കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഒരു എംപ്ലോയി പുറത്തുനിന്ന് വരികയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ താമസിക്കുമ്പോൾ അയാളെ കുട്ടികൾക്ക് പഠിക്കേണ്ടത് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ്. അപ്പം എല്ലാം കൊണ്ടും ഫേവറബിളായ രീതിയിൽ കാലിക്കറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ മാറിയതിലേക്ക് ഇനി കുറേ തൊഴിലവസരങ്ങളും കൂടി നല്ല മികച്ച രീതിയിൽ, അതായത് നേരത്തെ പറഞ്ഞ പോലെ പുറത്തേക്ക് ആളുകൾ പോകുന്നത് ഇല്ലാതാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവരെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തൊഴിലവസരങ്ങൾ വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് വളരെ രീതിയിൽ ഗ്രോ ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ എനിക്കൊരു ഇപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു ഇത്രയും സാധ്യതകൾ നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. അതായത് തൊഴിലവസരങ്ങൾ വരുന്നു, ഇവിടെ ഹെൽത്ത് കെയർ അടിപൊളിയാണ്, അങ്ങനെ എല്ലാ സാധ്യതകളും നമ്മൾ മുമ്പോട്ട് വെക്കുമ്പോൾ ഒരു ഇൻവെസ്റ്റർ, ഇപ്പം പുറത്തൊക്കെ ഒരുപാട് ഇപ്പോൾ ഈ പറഞ്ഞ പുറത്ത് പോയ ആളുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. അവർക്കൊക്കെ എവിടെയെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നു? എന്തുകൊണ്ട് നമ്മൾ അവരോട് പറയണം നിങ്ങൾ കാലിക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊരു ആസ് എ ബിൽഡർ, അല്ലെങ്കിൽ ഇത്രയും കാലം കോഴിക്കോടിനെ കണ്ട ഒരാളെന്നുള്ള ലെവലിൽ മെഹബൂബ് എങ്ങനെയാണ് അവരോട് പറയുക? ഇൻവെസ്റ്റ്മെൻറ്റ് ശരിക്ക് ഒരു ഒറ്റവാക്കിൽ ആൻസർ പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതൊരു ഒരാളുടെ ടേസ്റ്റ്, ആസ്പിരേഷൻ, ഒബ്ജക്റ്റ്, ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഫ്യൂച്ചറിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ വീടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അപ്പോൾ അവരെ ഇപ്പം വീട് വെച്ച് താമസിക്കണം, അല്ലെങ്കിൽ ഒരാൾ കോഴിക്കോടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും താമസിക്കാൻ സ്ഥലം നോക്കുന്ന ആളെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കാലിക്കറ്റ് ഒന്ന് അവൈലബിൾ ഏറ്റവും നല്ല പ്രോജക്ട്സ് ഇപ്പം കേരളത്തിൽ കിട്ടാവുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ ബെസ്റ്റ് അമ്യൂണിറ്റീസും കാര്യങ്ങളുള്ള പ്രോജക്ട്സ് കാലിക്കറ്റിൽ അവൈലബിൾ ആണ്. കാലിക്കറ്റ് സിറ്റി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹെൽത്ത് കെയർ ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും മറ്റു സൗകര്യങ്ങളുണ്ട്. അപ്പം ബെസ്റ്റ് പ്ലേസ് ടു ലീവ് എന്ന് പറയാൻ കോഴിക്കോട് ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം താമസിക്കാൻ ഏറ്റവും സൗകര്യമായ ഒരു സ്ഥലം എന്നുള്ള രീതിയിലുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ആണെങ്കിൽ, താമസിക്കാൻ ഉദ്ദേശിച്ചുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എന്തുകൊണ്ടും കോഴിക്കോട് ഒരു മികച്ച ബെറ്റാണ്. മറ്റ് റീറ്റെയിൽ അസറ്റ്സിലാണെങ്കിലും കൊമേഴ്ഷ്യൽ അസറ്റ്സിലാണെങ്കിലും കോഴിക്കോട് ടയർ 2 സിറ്റീസിൻ്റെ ഇടയിൽ ഒരു ഗ്രോയിങ് സിറ്റിയാണ്. ഒരു ഡൾ അല്ലെങ്കിൽ വളർച്ച ഇല്ലാതായ ഒരു സിറ്റിയല്ല. ഇയർ ഓൺ ഇയർ ഗ്രോത്തും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കൂടുതൽ ആൾ ഇങ്ങോട്ട് വരികയും ഒക്കെ ചെയ്യുന്നൊരു സിറ്റിയാണ്. ഒരുപാട് ഗ്രോത്ത് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഗ്രോത്ത് ഉള്ള സിറ്റീസിലാണ് ഇപ്പോൾ റെൻ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും മറ്റാണെങ്കിലും ഒക്കെ ഒരുപാട് ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള സിറ്റിക്ക് ഒരുപാട് ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്തായാലും റിയൽ എസ്റ്റേറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് എപ്പോഴും ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസസ് തന്നെയാണ്. എസ്പെഷ്യലി കേരളത്തിൽ റെൻ്റലിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ ട്രിവാൻഡ്രവും കൊച്ചിയും ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പം ഒരിക്കലും ബാക്കോട്ട് പോയിട്ടില്ല. പിന്നെ ബാക്കി ചില മാർക്കറ്റ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണെങ്കിൽ ഇത് സ്റ്റേബിളാണ്. വലിയ അപ്സും ഡൗൺസും ഒന്നുമില്ലാതെ ഒരു സ്റ്റേബിളായിട്ട് പോകുന്ന ഒരു സ്റ്റേബിൾ ഗ്രോത്ത് ആൻഡ് സ്റ്റേബിൾ ഇൻക്രീസ്. ഇപ്പോൾ ഇയർ ഓൺ ഇയർ ഭയങ്കര വലിയ ഗ്രോത്തും മറ്റു കാര്യങ്ങളും, അല്ലെങ്കിൽ വലിയ പ്രോഫിറ്റബിലിറ്റി, അല്ലെങ്കിൽ വലിയ ഒരു ജമ്പ് ഇയർ ഓൺ ഇയർ ഇല്ലെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗ്രോത്തുള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സേഫ്റ്റി ഫാക്ടർ ഉണ്ട്, ആ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന ഒരു സിറ്റി എന്നുള്ള നിലയ്ക്ക്. അത്തരം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എന്തായാലും ഇൻവെസ്റ്റ്മെൻറ്റിന്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഇൻവെസ്റ്റ്മെൻറ്റിന് കാലിക്കറ്റ് എന്തുകൊണ്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരാൾ, അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം ആളിപ്പോൾ ഒരു പ്രോപ്പർട്ടി കോഴിക്കോട് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക, കാലിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എത്ര ഈസി ആയിട്ട് നമുക്കൊരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കാലിക്കറ്റ്? അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടോ? കമ്പയറിങ് ടു അതർ പ്ലേസസ് കാലിക്കറ്റ് നമുക്ക് ഈസി ആയിട്ട് തീർക്കാൻ പറ്റുമോ ഒരു പ്രോജക്റ്റ്? അതോ വഴിയിൽ നമ്മൾ സ്റ്റക്ക് ആവുമോ? ഇൻവെസ്റ്റർക്ക് ഏറ്റവും കൂടുതൽ പേടി ഉണ്ടാകുന്നൊരു കാര്യമാണല്ലോ, എൻ്റെ പൈസ ബ്ലോക്കായി പോവോ? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യുക വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കാലിക്കറ്റിലെ ഇപ്പം കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് ഫാക്ടേഴ്സാണുള്ളത്. ഒന്ന്, അതിൻ്റെ കൺസ്ട്രക്ഷനും ആ ഇൻവെസ്റ്റർ സ്വന്തം എഫേർട്ടിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഇൻവെസ്റ്റർ സ്വന്തം ചെയ്യേണ്ട കാര്യങ്ങളിലും മറ്റും അത് അവരുടെ എവിടെയായാലും അവരുടെ സ്പീഡ് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ പോവുക. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഒന്ന് മേജർ ഒരു സാധനം അപ്രൂവൽ അല്ലെങ്കിൽ അതിൻ്റെ പെർമിഷൻ സൈഡാണ്. പെർമിഷൻ സൈഡും മറ്റും നോക്കുകയാണെങ്കിൽ കോഴിക്കോട്
എപ്പോഴും കേരളത്തിലെ ബാക്കി സിറ്റീസിനേക്കാളും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ അപ്പോൾ നമ്മളൊക്കെ ഈ ഫീൽഡിൽ ഒരുപാട് കാലമായിട്ടുള്ള ആളുകൾ എന്ന നിലയ്ക്ക് എപ്പോഴും ഒരു കൊളാബറേറ്റീവ് അപ്രോച്ച്, ഇപ്പം കോഴിക്കോട് കോർപ്പറേഷൻ ആണെങ്കിലും ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും കേരള ഗവൺമെൻറ് ആണെങ്കിലും ഒക്കെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും എല്ലാവരുമായിട്ടും നമ്മൾ നിരന്തരം ഇൻട്രാക്ട് ചെയ്യുകയും ഈ ഇത്തരം രംഗത്തുള്ള പ്രശ്നങ്ങൾ സംസാരിക്കുകയും അതിന് സൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അപ്രൂവലിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ തന്നെ ഓട്ടോമാറ്റിക് അപ്രൂവൽ, ഓട്ടോമാറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ AI എന്നൊക്കെ പറയുന്നൊരു കാലത്താണ് ഇപ്പോൾ ഉള്ളതെങ്കിലും AI ഒക്കെ അത്തരം സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയറിൻ്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഓട്ടോമാറ്റഡ് പ്ലാൻ ചെക്കിംഗ് സിസ്റ്റം കാലിക്കറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മലബാർ ചേംബർ ഓഫ് കോമേഴ്സും ക്രെഡായും എല്ലാം ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് PPP മോഡൽ, പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ട് നമുക്ക് ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അപ്രൂവൽ സിസ്റ്റം കോഴിക്കോട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് മൊത്തം ഇവിടുത്തെ ഒരു അപ്രൂവൽ സിസ്റ്റത്തിനെയും പ്രയാസങ്ങളെയും എല്ലാം ഒരുപാട് കുറയ്ക്കാനും അതിനോട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അന്ന് ഉണ്ടാക്കിയ ഒരു സോഫ്റ്റ്വെയറാണ് സുവേഗ എന്നുള്ള പേരിൽ അന്ന് കോഴിക്കോട് ഉണ്ടാക്കിയ സോഫ്റ്റ്വെയറാണ് ഇപ്പോൾ കേരളം മുഴുവനും സ്മാർട്ട് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ബാക്ക് ബോൺ ആയിട്ടുള്ള ഒരു മേജർ പ്രോഗ്രാമായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത് മാത്രമല്ല, ഈ ഗവൺമെൻറ്റിൻ്റെ ഇഷ്യൂസ് ഇപ്പം നേരത്തെ ഒരുപാട് ഡിലേസും കാര്യങ്ങളൊക്കെ പല സെഗ്മെൻറ്റിലും ഉണ്ടായിരുന്നു. പക്ഷെ അത് നിരന്തരമായിട്ടുള്ള ഇൻട്രാക്ഷൻ മൂലം അതെല്ലാം കുറച്ച് കൊണ്ടുവരാനും ഒരു പരിധിക്ക് ഇപ്പം നമ്മൾ നിയമം അനുസരിച്ച് പോകണം. നിയമം വെട്ടിക്കാനോ അല്ലെങ്കിൽ ഓവർ റൈഡ് ചെയ്യാനോ നോക്കിയാൽ അത് ഡിഫറൻറ്റ് കാര്യമാണ്. കൃത്യമായിട്ട് നിയമം അനുസരിച്ച് പോകാൻ റെഡി ആയിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് തീർക്കാനും കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാനുള്ളൊരവസ്ഥ കോഴിക്കോടുണ്ട്. അതിനൊരുപാട് സപ്പോർട്ടിംഗ് സിസ്റ്റം ഇവിടെ ഉണ്ട്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒക്കെ വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷനോ മറ്റതൊക്കെ കിട്ടേണ്ടിയിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഇപ്പം പുതിയ ഇൻഡസ്ട്രീന് അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റർ വരുമ്പോഴാണെങ്കിൽ ചേംബർ ഓഫ് കോമേഴ്സ് പോലത്തെ സ്ഥാപനങ്ങൾ ഒരുപാട് ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇവിടെ കാര്യമായിട്ടുണ്ട്. ഇപ്പം പുറത്ത് വരുന്ന വലിയ കമ്പനീസ്, ഇപ്പോൾ ടാറ്റ എലക്സി കാലിക്കറ്റിലൊരു മൾട്ടിനാഷണൽ കമ്പനി എന്നുള്ള രീതിയിൽ IT ഇവിടെ വന്നൊരു കമ്പനിയാണ്. അപ്പോൾ അവരുടെ MD കഴിഞ്ഞ വർഷത്തെ KTXലും എല്ലാം അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ കമ്പനി ഇവിടെ സ്ഥാപിക്കാൻ അല്ലെങ്കിൽ ഇനീഷ്യൽ ഫേസിൽ മലബാർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഭാഗത്തു നിന്നും മറ്റും കിട്ടിയ സപ്പോർട്ട്, മറ്റെവിടെയും കിട്ടാത്ത ഒരു സപ്പോർട്ട് സിവിക് സൊസൈറ്റീൻ്റെ ഭാഗത്തു നിന്നും മറ്റും ഇവിടെ കാലിക്കറ്റിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ വളരെ ഒരു വലിയ കാര്യമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും മറ്റു കാര്യങ്ങളിലും പറയുകയുണ്ടായി. ഇപ്പോൾ ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മളൊരു സ്ഥാപനം കോഴിക്കോട് വരികയാണെങ്കിൽ ജെന്യൂനായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് സിസ്റ്റവും ഹാൻഡ് ഹോൾഡിംഗ് സിസ്റ്റവും ഒക്കെ ഇവിടെ ഉണ്ട്. അത് ബാക്കിയുള്ള സിറ്റീനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഡിഫറൻസ് തന്നെയാണ്. ഓക്കെ, നമുക്ക് പിന്നെ ഒരുപാട് പുതിയ ബിൽഡേഴ്സ് കോഴിക്കോട്ടേക്ക് വരുന്നുണ്ട്. പിന്നെ പല ബിൽഡേഴ്സിൻ്റെ ബോർഡും പരസ്യങ്ങളും പുതിയ ഫ്ലാറ്റ് വരുന്നതും പുതിയ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി വരുന്നതും ഒക്കെ നമ്മൾ കാണാം. ശരിക്കും ഇത്രമാത്രം അതായത് ഇവർക്കൊക്കെ വരാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടോ, അതോ നമ്മളിപ്പോഴും വേണ്ടത്ര കപ്പാസിറ്റിയിൽ എത്തിയിട്ടില്ല? എന്താ അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം? ഇപ്പം മെയിനായിട്ട് ഒന്ന് റെസിഡൻഷ്യൽ സെഗ്മെൻറ്റിലാണ്, അപ്പാർട്ട്മെൻറ്റ്സിൽ ഇയർ ഓൺ ഇയർ പുതിയ ബിൽഡേഴ്സ് വരുന്നുണ്ട്. ആസ് ഓഫ് നൗ ഇത് സാച്ചുറേറ്റഡ് മാർക്കറ്റ് അല്ല. മീൻസ് ഇവിടെ ഓവർ സപ്ലൈ എന്നുള്ളൊരു ഇഷ്യൂ ഇപ്പം നിലവിലില്ല. ഇതിപ്പം നാളെ എന്താവും അല്ലെങ്കിൽ നമ്മളെ ഇത് പറയാൻ പറ്റില്ലെങ്കിലും നിലവിൽ കാലിക്കറ്റ് മാർക്കറ്റിൽ അത് അബ്സോർബ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കാലിക്കറ്റ് ഇപ്പം നമ്മൾ ഹൈവേ വന്നു, ഹൈവേൻ്റെ പണി കഴിഞ്ഞു. അപ്പം നമുക്കിപ്പോൾ കണ്ണൂർ പോകാനും അതുപോലെ തന്നെ തൃശ്ശൂർ പോകാനും ഒക്കെ വളരെ ഈസിയായി. അതുപോലെ തന്നെ വീണ്ടും എയർപോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കണക്ടിവിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുകയാണ് മൊത്തത്തിൽ. അപ്പോൾ കണക്ടിവിറ്റി ഇമ്പ്രൂവ് ആകുമ്പം കാലിക്കറ്റ് ഒരു വലിയൊരു ഗ്രോത്തിലേക്ക് പോകില്ലേ? തീർച്ചയായും. ഇപ്പോൾ കണക്ടിവിറ്റി ഒരു സിറ്റീനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് കണക്ടിവിറ്റിയെ സംബന്ധിച്ച്. റോഡ് കണക്ടിവിറ്റി നമ്മുടെ നമ്മൾ ശരിക്കും ഇപ്പോൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമുക്ക് ശരിക്കും എറണാകുളത്തേക്ക് പോകുമ്പം അല്ലെങ്കിൽ തൃശ്ശൂരേക്ക് പോകുമ്പം സമയത്തിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ചെറിയൊരു കുറവാണ് ഇപ്പം വന്നിട്ടുള്ളത്. ഇപ്പം നമ്മുടെ നാഷണൽ ഹൈവേ 66-ന്റെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആയാൽ ശരിക്കും ഒരു വലിയ ചേഞ്ചാണ് കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ ഉണ്ടാവുക. ഇപ്പം നമുക്ക് 2 മണിക്കൂറിൻ്റെ താഴെ 2-2.5 മണിക്കൂർ മാക്സിമം കാലിക്കറ്റിൽ നിന്ന് കൊച്ചി എയർപോർട്ടിലേക്ക് എത്താൻ പറ്റും. റോഡിൽ കൊച്ചിയിലേക്കോ ട്രിവാൻഡ്രത്തേക്കോ എത്തുന്നതിൻ്റെ പുറമെ
നമുക്ക് ഫർദർ ട്രാവലിനുള്ള സൗകര്യം കൂടി കൊച്ചി എയർപോർട്ടും ആയിട്ടുള്ള കണക്ടിവിറ്റിയും നമുക്ക് വലിയൊരു സമയ വ്യത്യാസം ഇല്ലാതെ കിട്ടും. ഇതിൻ്റെ പുറമെ നമുക്ക് ഇനിയിപ്പം ഫർദറായിട്ട് കാലിക്കറ്റ് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നുണ്ട്. പിന്നെ വയനാട്ടിലേക്കുള്ള തുരങ്കപാത, ഇപ്പം മൈസൂരും ബാംഗ്ലൂരും ഒക്കെ ആയിട്ടുള്ള ട്രാവലിംഗ് ടൈമും കണക്ടിവിറ്റിയും ഈ തുരങ്കപാതയും ഹൈവേയുടെ ഡെവലപ്മെൻറ്റും കൂടി വന്നാൽ ഒരു വലിയ ചേഞ്ച് കാലിക്കറ്റിനുണ്ടാവും. അപ്പം മൊത്തത്തിൽ കാലിക്കറ്റിൻ്റെ റോഡ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ ഇതുവരെ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഉണ്ടാവാത്ത ഒരു ചേഞ്ചാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാലിക്കറ്റിൻ്റെ ശരിക്കും എല്ലാ രീതിയിലും, ഇപ്പോൾ ടൂറിസം ഫീൽഡിലാണെങ്കിൽ ഇപ്പം നമുക്ക് ടൂറിസത്തിൽ യഥാർത്ഥത്തിൽ മലബാർ ഏരിയയിലേക്ക് ഒരു ഡ്യൂ ഷെയർ, ഇവിടുത്തെ ഒരു സൗകര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഇപ്പം ബീച്ചാണെങ്കിലും ഹിൽ സ്റ്റേഷൻ ആണെങ്കിലും ഉള്ളൊരു സംവിധാനത്തിന് അതിൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്തിട്ട് ആളെ കൊണ്ടുവരാനോ നമുക്കിപ്പോഴും 100% പറ്റിയിട്ടില്ല. ശരിക്കും ഈ റോഡിൻ്റെയും അല്ലെങ്കിൽ കണക്ടിവിറ്റിയുടെ ഇഷ്യൂ ഒന്നും കൂടെ കുറയുമ്പോൾ തീർച്ചയായിട്ടും ആ രംഗത്ത് വലിയൊരു ചേഞ്ച് ഉണ്ടാവും. അതേ ഇമ്പാക്റ്റ് ഹെൽത്ത് ആൻഡ് വെൽനസ് ടൂറിസത്തിലും നമുക്ക് കിട്ടും. ആ കണക്ടിവിറ്റി ഒന്നും കൂടെ സ്മൂത്തായി വരുമ്പോൾ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ എയർപോർട്ടിൻ്റെ വർക്കും അതിൻ്റെ ഒരു എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ ചെറിയ ഒരു വലിയ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ചെറിയ എക്സ്പാൻഷനാണ്, പക്ഷെ അത് ക്രൂഷ്യലാണ്. അതും കൂടെ വന്നാൽ ശരിക്ക് ഇൻ്റർനാഷണൽ ട്രാവലിലും കുറേയും കൂടെ ഒരു ബെറ്റർ കണക്ടിവിറ്റിയും കാര്യങ്ങളും നമുക്ക് കിട്ടും. ഇത് മൊത്തത്തിൽ ഇത് വരുമ്പം കോഴിക്കോടിൻ്റെ ബിസിനസ്സിനുള്ള ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഒരു വലിയ തോതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും തന്നെയാണ് നമ്മുടെ എല്ലാവരും വിശ്വാസം. ഒരുപാട് അൺടാപ്ഡ് പൊട്ടൻഷ്യൽ കോഴിക്കോടേക്ക് വരും. കാലിക്കറ്റ് ചേംബറിൻ്റെ മുൻ പ്രസിഡൻ്റ് ആയിരുന്നു, കാലിക്കറ്റ് മലബാർ ചേംബറിൻ്റെ മുൻ പ്രസിഡൻ്റ് ആയിരുന്നു. മുൻ പ്രസിഡൻ്റ് ആയിരുന്ന സമയത്താണ് KTX നടന്നത്. അതൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു കാര്യമാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മലബാർ ചേംബറിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് കഴിഞ്ഞ 3 വർഷം മുന്നേ നമ്മൾ ഏറ്റെടുത്ത അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചൊരു ഏരിയ ഇവിടെ കാലിക്കറ്റിൽ ക്വാളിറ്റി എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. ഇപ്പം സിറ്റിയുടെ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിന് ഏറ്റവും ഇമ്പാക്റ്റുള്ള വേണ്ട ഒരു സാധനം എംപ്ലോയ്മെൻറ്റ് ജനറേഷനാണ്. നമ്മുടെ ആളുകൾക്ക് ഇവിടെ ജനിച്ചു വളർന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകൾക്ക് ഇവിടെ തന്നെ ജോലി കിട്ടണം. നമ്മുടെ കുട്ടികൾ പുറത്തു പോകുന്നു, ഇവിടുന്ന് ആളുകൾ കേരളം വിട്ടു പോകുന്നു എന്നുള്ളൊരു പരാതിയാണല്ലോ നമ്മളെപ്പോഴും കേൾക്കുന്നത്. അപ്പോൾ അത് മാറണം. ഇവിടുത്തെ എക്കണോമി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി 2 ഏരിയാസാണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഒന്ന് IT ആൻഡ് ടെക്നോളജി ഫീൽഡും പിന്നെ ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇതിൽ IT ആൻഡ് ടെക്നോളജി ഫീൽഡ് ഡെവലപ്പ് ചെയ്യാൻ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇവിടെ IT പാർക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴുള്ള സൈബർ പാർക്കും UL സൈബർ പാർക്കും ഒക്കെ വന്ന ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു. അതിന് കാലിക്കറ്റ് IT ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു ഇനീഷ്യേറ്റീവ് നമ്മൾ അന്ന് ചേംബറിൻ്റെ ഇനീഷ്യേറ്റീവിൽ തുടങ്ങി. അത് ആ ഒബ്ജക്റ്റ് പാർക്കും മറ്റൊക്കെ കഴിഞ്ഞപ്പം അത് പിന്നെ സ്ലോ ഡൗൺ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് ഫേസ് വീണ്ടും തുടങ്ങുക എന്നുള്ള ഉദ്ദേശത്തിൽ അതിലുണ്ടായിരുന്ന ഓർഗനൈസേഷൻസിനൊക്കെ വീണ്ടും കോർഡിനേറ്റ് ചെയ്ത് സിറ്റി 2.0 എന്നുള്ള പേരിൽ നമ്മൾ വീണ്ടും അതിനെ റിവൈവ് ചെയ്തെടുത്തു ചേംബർ. അത് ചെയ്തെടുത്തതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കാലിക്കറ്റിൽ വീണ്ടും ലൈം ലൈറ്റിൽ കൊണ്ടുവരിക, ഇവിടെ IT ആൻഡ് ടെക്നോളജി ഇൻഡസ്ട്രി ഗ്രോത്ത് ഉണ്ടാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും നോക്കുക എന്നുള്ള. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് KTX കേരള ടെക്നോളജി എക്സ്പോ ഇതിൻ്റെ ഒരു എക്സ്പോയും ഒരു ഇവൻറ്റും കാലിക്കറ്റ് ചെയ്യുക. കാലിക്കറ്റിൻ്റെ ആ ഒരു ബ്രാൻഡിങ്, സിറ്റി എന്നുള്ള ബ്രാൻഡിങ് ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ അത് നമ്മൾ ഉദ്ദേശിച്ചത് എന്താണോ, കോഴിക്കോടിൻ്റെ പുറത്തുള്ള IT കമ്പനീസിനെയും ഈ ഫീൽഡിലുള്ള ആളുകളെയും കോഴിക്കോടേക്ക് കൊണ്ടുവരിക, ഇവിടുത്തെ കമ്പനീസിനെയും കേരളത്തിലുള്ള മറ്റ് കമ്പനീസിനും മലയാളികൾക്ക് തന്നെ അറിയില്ല. ഇപ്പം നമ്മളിപ്പം കേരളത്തിന് കോഴിക്കോടിന് പുറത്തുള്ള കോഴിക്കോട് ഇത്രയും വലിയൊരു എക്കോസിസ്റ്റം ഉണ്ട് എന്നുള്ളത്, ഒരു 15,000 മുതൽ 20,000 പേര് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നും ഒരു 250 കമ്പനീസ് MSME സെഗ്മെൻറ്റിൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് IT ഫീൽഡിൽ എന്നുള്ളതൊന്നും മലയാളി IT ഫീൽഡിലുള്ള ആളുകൾക്ക് വരെ അറിയില്ല. ബാക്കിയുള്ളവരുടെ കാര്യം പിന്നെ പറയണ്ട. അപ്പോൾ അതൊന്ന് ഷോക്കേസ് ചെയ്യുക, ഇവിടുത്തെ ഒരു എക്കോസിസ്റ്റം ഉണ്ടെന്ന് പബ്ലിക്കിന് കാണിക്കുക, ഈ ഫീൽഡിലുള്ള ആളുകൾക്ക് കാണിക്കുക. അപ്പോൾ അത് പിന്നെ ഇവർക്ക് അതിൻ്റെ ഈ കമ്പനീസിനെ പ്രൊമോട്ട് ചെയ്യുക, പുറത്ത് ആളുകൾ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരുന്നു ഇതിൻ്റെ ഒരു ഉദ്ദേശം. അതോടൊപ്പം തന്നെ ഇവിടുത്തെ സൗകര്യങ്ങൾ വൈ കാലിക്കറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, അപ്പോൾ അതിനെല്ലാം ആൻസർ കൊടുക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഉദ്ദേശം. ഒരു പരിധി വരെ നമ്മൾ ഉദ്ദേശിച്ച ഒരു ലെവലിൽ സക്സസ് ആക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അന്ന് തുടങ്ങുമ്പം ഗവൺമെൻറ് സൈബർ പാർക്കിൽ ഒരുപാട് ലാൻഡ് ഉണ്ട്.
ഒരു സിംഗിൾ ടവറുള്ളൂ. ഗവൺമെൻറ് ഒരു പുതിയ ടവറും കൂടി നമ്മൾ അന്ന് പുഷ് ചെയ്ത് ഗവൺമെൻറ്റിനെ തുടങ്ങിക്കാൻ അതിൻ്റെ ഒരു ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പുറമേയും ബാക്കി ഒരുപാട് ലാൻഡ് ഉണ്ട്. പക്ഷേ ഇവിടെ IT സ്പേസിന് ഡിമാൻഡ് ഉണ്ട്, ബിൽഡിംഗ് ഇല്ല. അപ്പോൾ നമ്മൾ KTXൻ്റെ പാർട്ടായിട്ടാണ്. അപ്പോൾ അവർ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് പറയുന്നത് ഞങ്ങൾ നേരത്തെ പ്രൈവറ്റിന് കൊടുക്കാൻ വില്ലിംഗ് ആയിരുന്നു, ടെക്നിക്കലി പറ്റുമായിരുന്നു, പക്ഷേ ആരും വന്നില്ല. അപ്പോൾ ഇത് ആരും വരാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു എക്കോസിസ്റ്റം ഇവിടെ ഉള്ളതോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഉള്ളതോ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് റൈറ്റ് ടാർഗറ്റിൽ മെസ്സേജ് പോകണം. ആ മെസ്സേജ് റൈറ്റ് ടാർഗറ്റിൽ റൈറ്റ് വേയിൽ എത്തിക്കാൻ KTX 2024 സാധിച്ചു. ആ ഒരു പ്രോജക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൻ്റെ മാത്രം റിസൾട്ടാണ് ഇന്നിപ്പോൾ ഒരു 20 to 25 lakhs സ്ക്വയർ ഫീറ്റിൻ്റെ IT സ്പേസിൻ്റെ കൺസ്ട്രക്ഷൻ വേരിയസ് ലെവലിൽ സൈബർ പാർക്കിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ KSITIL ഒരാൾ പോലും അന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവർ തന്നെ അക്നോളജ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ സന്തോഷ് ബാബു കഴിഞ്ഞ ഇതിലൊരു പ്രോജക്റ്റിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോണിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. ഇപ്പം KTXൻ്റെ റിസൾട്ടാണ് സത്യത്തിൽ ഈ IT പാർക്സിൻ്റെ സ്പേസിൻ്റെ യൂട്ടിലൈസേഷൻ വന്നതും ഇത്രയും സൗകര്യങ്ങൾ ഇവിടെ വരാനുള്ള ബേസ് ഉണ്ടാക്കിയത്. പിന്നെ കാലിക്കറ്റിൻ്റെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ കാലിക്കറ്റിനെ പറ്റിയിട്ടുള്ള പെർസെപ്ഷൻ അത് ശരിക്കും നമുക്ക് മാറ്റാൻ സാധിച്ചു. ഇത്രയും IT എക്കോസിസ്റ്റവും IT ടാലൻറ്റും കാലിക്കറ്റിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ സാധിച്ചു. അപ്പം പൂർണ്ണമായിട്ടും കഴിഞ്ഞ ഒരു തുടക്കത്തിൽ എന്തൊക്കെയാണോ ഇതിന് ചെയ്യേണ്ടത് അത് KTX 2024 സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് എഡിഷൻ വരികയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അടുത്ത എഡിഷൻ്റെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കാണ്. തീർച്ചയായിട്ടും അതിനി നെക്സ്റ്റ് ഫേസിലേക്ക് എടുക്കാൻ വേണ്ട ഒരു കണ്ടിന്യൂസ് എഫേർട്ട് എന്നുള്ള ഭാഗമായിട്ടാണ് ഇപ്പം KTX 2026 വരുന്നത്. ഇത് കോഴിക്കോടിനെ തീർച്ചയായിട്ടും IT അല്ലെങ്കിൽ ടെക്നോളജി സെഗ്മെൻറ്റിൽ ലൈം ലൈറ്റിൽ നിർത്താൻ KTX എല്ലാ കാലത്തും സഹായിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. കാരണം ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു പുഷിലാണ് ഈ KTX എന്നുള്ള കോൺസെപ്റ്റ് തന്നെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് 100% അത് ഉദ്ദേശിച്ച ഫലം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വാസമുണ്ട്. ഇനിയും അത് കോഴിക്കോടിൻ്റെ മൊത്തത്തിൽ ഇപ്പം നമ്മളൊരു 10 വർഷം കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ കോഴിക്കോടിൻ്റെ IT അല്ലെങ്കിൽ ടെക്നോളജി ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു ഇവൻ്റ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റായിട്ട് തീർച്ചയായിട്ടും KTX ഓർക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. എത്ര നല്ല പ്രൊഡക്റ്റ് ഉണ്ടായിട്ടും കാര്യമില്ല, പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്തില്ല അറിയണം നമ്മൾ പറയും. അപ്പോൾ അതേപോലെ കാലിക്കറ്റ് ഇത്രയും നല്ല മനോഹരമായ ആളുകൾ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഉണ്ടായിട്ട് നമ്മളത് പ്രോപ്പറായിട്ട് KTX പോലെ ഒരു ബ്രാൻഡ് വെച്ച് പ്രൊമോട്ട് ചെയ്ത സമയത്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തി അതിനൊരു ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ സാധിച്ചു. നമുക്ക് പിന്നെ മെഹബൂബ ക്രെഡായിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്, നാഷണൽ വൈസ് പ്രസിഡൻ്റാണ്. അപ്പം നാഷണൽ ലെവലിൽ പോയിട്ട് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാകുമ്പോൾ കോഴിക്കോടിനെ എന്തായിട്ടാണ് മെഹബൂബ പ്രസൻറ്റ് ചെയ്യുക, എങ്ങനെയാണ് കോഴിക്കോടിനെ ഒന്ന് പ്രസൻറ്റ് ചെയ്യുക, അതൊന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മളിപ്പം കോഴിക്കോടിനെ കിട്ടുന്ന ചാൻസിലൊക്കെ നമ്മളിപ്പോൾ ബൂസ്റ്റ് ചെയ്യാറുണ്ട്. അത് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിട്ടാണോ ഇല്ലെങ്കിലും നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ അത് വരും. അത് നമ്മുടെ ബ്ലഡിലോ അല്ലെങ്കിൽ നമ്മളെ ഒരു തിങ്കിങ് ഇതിൽ അത് ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ കോഴിക്കോടിനെ പ്രൊമോട്ട് ചെയ്യാൻ കോഴിക്കോടിനെ ഇപ്പോൾ ഓരോ ആവശ്യത്തിനനുസരിച്ചാണ്. ഇപ്പോൾ ഈ IT ടെക്നോളജിക്ക് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ IT ടെക്നോളജി ഫീൽഡിലാണെങ്കിൽ ഇപ്പം കേരളത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്ന വലിയൊരു സെഗ്മെൻറ്റ് മലബാർ ഏരിയ എന്നുള്ള ആളുകൾ കേരളത്തിൻ്റെ പുറത്ത് IT അല്ലെങ്കിൽ ടെക്നോളജി റിലേറ്റഡ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂരും അല്ലെങ്കിൽ വലിയ സിറ്റീസിലൊക്കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ട്രാഫിക്കിൻ്റെ കാര്യമാണെങ്കിലും മൊത്തം ആ ഈസ് ഓഫ് ലിവിങ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പോലെ തന്നെ ഈസ് ഓഫ് ലിവിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ആളുകൾക്ക് ഏറ്റവും സുഖമായിട്ട് ജീവിക്കാൻ, അതോടൊപ്പം തന്നെ അവർക്ക് തൊഴിൽ എടുക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ ജോലി ഇവിടെ കിട്ടുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ഒരു നിലക്കും ആളുകൾ അതിന് നോ പറയില്ല. പ്രത്യേകിച്ച് ഇപ്പം കേരളത്തിൻ്റെ പുറത്ത് വലിയ ഒരു നമ്പർ IT എംപ്ലോയീസ് അല്ലെങ്കിൽ ടെക്നോളജി എംപ്ലോയീസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഒരുപാട് ഫെസിലിറ്റീസ് ഇപ്പോൾ 25 lakhs ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൈബർ പാർക്കിലും മറ്റതൊക്കെ ഒരുപാട് ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളും അതിൻ്റെ അണിയറയിൽ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്പേസിൻ്റെ കാര്യത്തിലാണെങ്കിലും താമസ സൗകര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഒരുപാട് പ്രോജക്ട്സ് അപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് കോഴിക്കോട് ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ
തീർച്ചയായിട്ടും ആളുകൾ അട്രീഷൻ കുറഞ്ഞ് നല്ല ജീവിത നിലവാരമുള്ള എഡ്യൂക്കേഷനിലാണെങ്കിലും ഹെൽത്ത് കെയറിലാണെങ്കിലും ബാക്കിയുള്ള സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിലാണെങ്കിലും ഒട്ടും മോശമില്ലാത്തൊരു സ്ഥലത്ത് താമസിക്കുമ്പം അട്രീഷൻ ലെവൽ കുറയും, പ്രൊഡക്ടിവിറ്റി കൂടും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫ്യൂച്ചർ വർക്ക് ലൈഫ് ബാലൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു ചോയ്സാണ് കോഴിക്കോട് എന്നാണ് നമ്മളെപ്പോഴും പറയാം. ഇപ്പം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ വലിയ ഇപ്പോൾ ബോംബെയും ബാംഗ്ലൂരുമായിട്ട് നമുക്ക് അങ്ങനെ തന്നെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടേതായ എഡ്ജസ് ഉണ്ട്, അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു കാറ്റഗറിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് തുടങ്ങാനാണെങ്കിലോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനാണെങ്കിലോ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലമാണ് കോഴിക്കോട് എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രൊജക്റ്റ് ചെയ്യാറ്. അതായത് ലൈഫ് സ്റ്റൈൽ കോംപ്രമൈസ് ചെയ്യാതെ അവർക്ക് വേണ്ട അതേ ഹാപ്പിനെസ്സോട് കൂടിയിട്ട് അവർക്ക് കംഫർട്ടബിളായിട്ട് കോഴിക്കോട് ജീവിക്കാം എന്ന് പ്രൊമോട്ട് ചെയ്യും. അടിപൊളി. 10 വർഷം മുന്നോട്ട് കോഴിക്കോട് എങ്ങനെയായിരിക്കും? നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അതിൽ, അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പോക്ക് പോയാൽ എന്താ സംഭവിക്കുക, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എൻവിസേജ് ചെയ്യുന്നൊരു സാധനം എന്ന് വെച്ചാൽ, ഇപ്പോൾ കോഴിക്കോടിന് ഉള്ളൊരു പോസിറ്റീവ് നേരത്തെ ഞാൻ പറഞ്ഞു, വർക്ക് ലൈഫ് ബാലൻസ്. ഈ ജീവിത സൗകര്യം എല്ലാ സൗകര്യങ്ങളോടും കൂടി തന്നെ എംപ്ലോയ്മെൻറ്റും സൗകര്യങ്ങളും കൂടി ഒരുപാട് പേർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാനും ജീവിക്കാനും നമ്മുടെ അടുത്ത ജനറേഷന് ഇവിടെ തന്നെ അവരാഗ്രഹിക്കുന്ന ജോലി അല്ലെങ്കിൽ അവരെ ക്വാളിഫിക്കേഷനും അവരെ ആസ്പിറേഷനും പറ്റുന്ന രീതിയിലുള്ള ജോലിയും മറ്റും കൊടുക്കാൻ പറ്റുന്ന ഒരു എക്കണോമി, ആ ലെവലിലുള്ള ഒരു സിറ്റിയായിട്ട് ഏറ്റവും നന്നായിട്ട് ജീവിക്കാനും ഏറ്റവും നന്നായിട്ട് തൊഴിലെടുക്കാനും അതോടൊപ്പം ഇപ്പം ഉള്ളൊരു ഹാർട്ട് ആൻഡ് സോൾ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഒരു കമ്പാഷൻ, ഒരു കമ്മ്യൂണിറ്റി, ഒരു സോഷ്യൽ ലൈഫ്, എല്ലാത്തിനും കോഴിക്കോടിനുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആംഗിൾ ഉണ്ട്. കോഴിക്കോട് ആളുകൾ പരസ്പരം സഹായിക്കും, ഒരു സോഷ്യൽ ഫാബ്രിക് ഉണ്ട്. ആ സോഷ്യൽ ഫാബ്രിക്കും അതിൻ്റെ കൾച്ചറും ക്യാരക്ടറും ഇപ്പോൾ നമ്മൾ WHO മറ്റേ ഹെറിറ്റേജിലായാലും പിന്നെ ഇപ്പം സാഹിത്യനഗരം എന്നുള്ള യുനെസ്കോയുടെ ഒരു അപ്രൂവൽ കോഴിക്കോടിനുണ്ട്. അങ്ങനെ ഒരുപാട് പ്ലസ്സും ഇപ്പോഴത്തെ ഒരു ക്യാരക്ടറുണ്ട് കാലിക്കറ്റിൻ്റെ. ആ ക്യാരക്ടറും കൾച്ചറും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ വർക്ക് ലൈഫ് ബാലൻസ് ഇതേ രീതിയിൽ തുടർന്നുകൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ആസ്പിറേഷൻസ് മീറ്റ് ചെയ്യാനും പറ്റുന്ന, അത് എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും എൻ്റർപ്രണർഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ ഒരു ലെവൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റിയായിട്ട് മാറണം. അത് മാറാൻ എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ആ ലെവലിൽ കോഴിക്കോട് മാറണം എന്നാണ് ആഗ്രഹം. ഒരുപാട് സാധ്യതകളുള്ള ഒരു നാട്, ഒരുപാട് നല്ല മനുഷ്യരുള്ള നാട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു നാട്. ആ നാടിനെക്കുറിച്ച് 20 വർഷത്തോളം ഈ നാട്ടിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന, അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്ത മെഹബൂബ് ഖാൻ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. താങ്ക് യു മെഹബൂബ് ഖാൻ. താങ്ക് യു. The next address is here. KTX Global 2026. Connect, Innovate, Scale. May 28, 29, 30. Calicut Trade Center.